You were so mean back then. Excuse me. Huh? Yes? Actually, എനിക്ക് എന്താ? sorry to interrupt your meeting session. Actually, ഇതൊരു urgent work. I know you're busy, but please do it for me. ഈ ഡ്രാഫ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് ഓക്കെയാണോ അല്ലയെന്ന് ഇനിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ബട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട്സ് ഒന്നും. സോ വാട്ട്? അതുകൊണ്ട് എന്താ? ഇപ്പം ഞാനല്ലേ പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രാഫ്റ്റ്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി. ഒന്നീനെ പുറത്തുണ്ട്, ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ടേക്കാം. ഇങ്ങനെയൊക്കെയുണ്ട് നല്ല ബാധ കൂടിയ ഓരോ സമയം ഓരോ സ്വഭാവമാണല്ലോ. ഓ, ഇതിനകത്ത് ഇപ്പം എന്തത്ര വലിയ കാര്യമുള്ളത് എനിക്ക് ചെയ്യാൻ. ആർക്ക് വേണമെന്ന് പറഞ്ഞു കൊടുത്തൂടെ? മരിയ, സോറി ഡോ. ഇറ്റ്സ് ഓക്കെ. അത് ബേബിയല്ലേ? Yes, it's him. Oh, I'm sorry. I forgot to introduce you. സാലഡോ, നമുക്ക് കെവിനെ പോയി പരിചയപ്പെടാം. അത് മതി. ആളെന്തോ ടെൻഷനിലാന്ന് തോന്നുന്നു. പെട്ടെന്ന് അങ്ങനെ കയറി വന്നപ്പോൾ ഞാനും പെട്ടെന്ന് ആരോടൊന്നും മനസ്സിലാവാതെ ഒരു ഹായ് പോലും പറയാൻ പറ്റിയില്ല. ആളെന്തെങ്കിലും വിചാരിക്കുമോ? ഇറ്റ്സ് ഓക്കെ. ആൾക്ക് തന്നെ അറിയില്ലല്ലോ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാം. ഈസ് ഇറ്റ് എ ഗുഡ് ടൈം? ആളെന്തോ ടെൻഷനിലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ, ദാറ്റ്സ് ഓക്കെ. ബിസിനസ് അല്ലേ, അപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ? അതൊന്നും സാരമില്ല. ഇപ്പം എന്തായാലും ഈ വർക്കും തീർക്കട്ടെ. തനിക്ക് വെയിറ്റ് ചെയ്തല്ലേ? യാ, ഓഫ് കോഴ്സ്, ഷുവർ. എന്തായാലും ഇതൊക്കെ കണ്ടല്ലേ ഞാൻ പഠിക്കേണ്ടത്. ടെൻഷനാണെങ്കിലും അല്ലെങ്കിലും ആ മുഖത്തെ സ്ഥായിഭാവം ഇതാണെന്ന് ഞാൻ എങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും അൽവേൻ. എന്നാലും നീ ഇവിടെ ഉണ്ടല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്കത് പിടി കിട്ടിക്കോളും. ആ മുഖത്തൊന്നും നല്ലൊരു ചിരിയൊന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്താടാ, ഫയൽ കിട്ടിയില്ലേ? അല്ല, നീ ഫയൽ എടുക്കാനല്ലേ അർജൻറ്റായിട്ട് ഇങ്ങോട്ട് വന്നത്? ആക്ച്വലി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. അത് മാർക്കറ്റിങ്ങിൻ്റെ അല്ലായിരുന്നു, ഫിനാൻഷ്യലിൻ്റെ ആയിരുന്നു വേണ്ടത്. ഓ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ? അവിടെ ഏത് ഫയൽ? മീൻ ഐ ഡോണ്ട് നോ. ഇറ്റ്സ് ജസ്റ്റ് ഐ ആം സോ കൺഫ്യൂസ്ഡ്. ഞാനിവിടെ പോയി നോക്കിയിട്ട് വരാം. നീ പോകോ, കേബിളിലേക്ക് പോകോ. ഇവനെന്ത് പറ്റി? രവി, അലക്സി, എന്താ ഇവിടെ സംഭവിച്ചത്? മര്യാദ ചോദിച്ചാലോ? മരിയ, രവി എന്തൊരു ഫയലിന് വന്നു. ഇതാര്? അലക്സി? ഓ മൈ ഗോഡ്, ആൽവിൻ, ഇറ്റ്സ് യു. എത്ര നാളായിടാ കണ്ടിട്ട്? അത് തന്നെ എനിക്കും പറയാനുള്ള. എത്ര നാളായിടാ കണ്ടിട്ട്? Hey, how are you, man? Yeah, I'm good. How are you doing? Yeah, I'm great. Oh God, നീയായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്? ഞാൻ വിചാരിച്ചു ഏതൊരു ക്ലയൻറ്റാന്ന് കരുതിയാ ഡിസ്കഷൻ നടക്കട്ടെ എന്ന് വെച്ചാൽ കയറാതിരുന്നത്. ഓ യെസ്, ഇറ്റ്സ് മീ. ആക്ച്വലി ഞാൻ നിൻ്റെ ക്യാബിനിലേക്ക് ആദ്യം വന്നത്. അവിടെ ചെന്നപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നേരെ മരിയുടെ അടുത്തേക്ക് പോകുന്നു. ഞങ്ങൾ പിന്നെ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു. രവിയെ കണ്ടില്ലേ? പരിചയപ്പെട്ടോ നിങ്ങൾ? ഇല്ല, ആൾ പെട്ടെന്ന് കയറി വന്നു, അപ്പോൾ തന്നെ പെട്ടെന്ന് പോയി, ഒന്നും പറഞ്ഞില്ല. മരി എന്തോ ഒരു വർക്ക് ചെയ്യിപ്പിക്കാൻ വന്നാന്ന് തോന്നുന്നു. സോ പരിചയപ്പെടാനൊന്നും സമ്മതിക്കിട്ടില്ല. മരിക്ക് വോക്കോ? വാട്ട് ഈസ് ഇറ്റ്? എനിക്കറിയില്ല. ഏതൊരു ഡ്രാഫ്റ്റ് വന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ആക്ച്വലി അതെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട്സേ അല്ല. പിന്നെ എന്തിനാണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത്? അത് ശരിക്കും ദൈവം തന്നെ ചെയ്യേണ്ടതാ. എന്നിട്ട് ഞാൻ റഫായിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഡെവിനോട് തന്നെ ചോദിച്ചിട്ട് അത് മെയിൽ ചെയ്യാനേ പറഞ്ഞിട്ടു. അല്ല, ഇച്ചാനെന്താ എന്നപ്പോൾ എന്താ പറഞ്ഞിട്ടേ? ഞാൻ ആക്ച്വലി അത് തന്നെ ചോദിക്കാൻ വന്നാ. ഡെവി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് എന്തെങ്കിലും അർജൻറ്റ് ഫയലിനാണോ എന്നറിയാൻ വേണ്ടിയാ. വേറെ ഫയലിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഈ ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി കയറിയതാ. എന്തോ ഒരു സംതിങ് റോങ് ഉണ്ടല്ലോ. എന്നെ ഇവിടെ ആരായിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണോ ഡെവി കയറി വന്നത്? അതൊരു അൺവാണ്ടഡ് ഫയൽ ചോദ്യമായിരുന്നു. ഏത് ഫയലാണെന്ന് അവന് തന്നെ അറിയില്ല. കണ്ടില്ലേ, ഞാൻ ചോദിച്ചപ്പോൾ തെറ്റിദ്ധാരം അറിയുന്നത്. ഐ തിങ്ക് അപ്പോൾ അതിന് തന്നെ വന്നത് അവനാ ചാൻസ്. അല്ലല്ല, എന്തിനാ അവനിത്ര കൺഫ്യൂസ്ഡ് ആവുന്നത്?
നീ എന്ത് ചെയ്യാൻ ആലോചിക്കുന്നത്? ഈസ് എവറിത്തിങ് ഓൾറൈറ്റ്? ഓ യാ യെസ് യെസ്. ആ അതൊക്കെ പോട്ടെ. പിന്നെ പറ നിൻ്റെ വിശേഷങ്ങളൊക്കെ. അലിയ, നിന്റെ കാണാതെ പോയ ഫയൽസ് കിട്ടിയോടാ? അതൊക്കെ കിട്ടി. അല്ല നീ എന്താ ഇവിടെ? നിനക്കൊരു പണിയൊന്നുമില്ലേ? എനിക്ക് പണിയൊക്കെ ഉണ്ട്, പക്ഷേ ഈ ലഞ്ച് ടൈമിനൂടെ പണിയെടുക്കണമെന്ന് എന്നോട് പറയല്ലേ ഡെബി, പ്ലീസ്. ഓ സോറി, ഞാൻ നോക്കിയില്ല. ദെൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഗോ ഹാവ് യു ലഞ്ച്. നീ ഇല്ലാതെയോ? കമോൺ, നമ്മളിന്ന് പുറത്ത് പോയ ഫുഡ് കഴിക്കുന്നത്. വി ആർ ഗോയിങ് ഔട്ട് ഫോർ ലഞ്ച്. വൈ? എനിത്തിങ് സ്പെഷ്യൽ? നത്തിങ് സ്പെഷ്യൽ. എനിക്ക് ഈ മീറ്റിംഗ് ഓവർ ലഞ്ചല്ലേ അറിയോ? ഇത് വെറും കാഷ്വൽ ക്യാച്ചപ്പ്. കമോൺ, ക്യാച്ചപ്പോ? ആരുമായിട്ട്? നീ ഞാനും മരിയും. മരിയ? ആ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിനക്ക് പരിചയപ്പെടുത്താറുണ്ട്. സോ ഇതാ നല്ലൊരു ഐഡിയ. അതാരാ ഞാനറിയാത്തൊരു ഫ്രണ്ട് നിനക്ക്? ആ, നീ അറിയാത്ത കുറച്ച് ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട്. അത് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എണീറ്റ് വരാൻ പറഞ്ഞത്. കമോൺ ലെറ്റ്സ് ഗോ. ഇപ്പോൾ തന്നെ ലേറ്റായി. അമ്മക്ക് മുന്നാലിസേ യു ജസ്റ്റ് ഗോ. എനിക്കിവിടെ കുറേ പരിപാടി ചെയ്ത് തീർക്കാനുണ്ട്. നീ തന്നെ നിൻ്റെ ഫ്രണ്ടിനെ അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ബോറനാവല്ലേ ഡേവി? യു ജസ്റ്റ് കം നൗ. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു? പിന്നെ ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ ഫോമൽ തിങ്, ഇറ്റ്സ് എ വെരി കാഷ്വൽ ക്യാച്ചപ്പ്. പിന്നെ നിന്നെ കെട്ടിവെക്കും നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടാവില്ലേ എന്നവൾ പറഞ്ഞു. അവളിതുവരെ എന്നെ വിളിച്ചില്ലല്ലോ. പിന്നെ വാട്ട്? ഓ, അപ്പം അതാണ് പ്രശ്നം. അവൾ വിളിച്ചില്ല. അവൾ വിളിച്ചില്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചു. കമോൺ. എന്തായാലും ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചാണ് പ്ലാൻ ചെയ്തത്. നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ പരിചയപ്പെടുത്തി തരേണ്ട ആളാ. കമോൺ അലക്സി. ഞാനില്ല, നീ പോ. ദേവി കമോൺ. നീ ഇല്ലാതെ ഞാൻ പോകുന്ന പരിപാടിയില്ല. എണീക്കടാ, അവൻ്റെ ഒരു ഫയലും. ഷെടാ, ഇവനെ കൊണ്ട് വാപ്പാ, നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ഓ, അല്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. എൻ്റെ കാലിനായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവല്ലോ. ഓഫ് കോഴ്സ്. അല്ല, അവരുടെ അവർ പോയോ? അവർ പൊക്കോളാൻ ഞാൻ പറഞ്ഞു. നിന്നെ കുത്തിപ്പോയിക്കൊണ്ട് വരാൻ ഒരു നേരം എടുക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതായത് അതുവരെ അവർ വെയിറ്റ് ചെയ്യണ്ടല്ലോ. സോ അവരോട് മൂവി തൊടാൻ പറഞ്ഞു. നമുക്ക് പുറകെ പോകാം. കമോൺ. അല്ല, ഇതേത് ഫ്രണ്ട്? എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഹൈസ്കൂൾ തൊട്ട് ഉള്ള ഫ്രണ്ട്സിനൊക്കെ നമുക്കൊന്നിച്ചേ അറിയുള്ളൂ. പിന്നെ ഇതേത് ഫ്രണ്ട്? ഇത് അതൊക്കെ മേലെ, അതിനും മുന്നേ ഞാനും മരിയവനും ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മരിയവനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അവരെൻ്റെ ജൂനിയേഴ്സും. അതുമാത്രമല്ല, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ്. പിന്നെ ഫുട്ബോൾ ടീമിലും കബഡി ടീമിലും അങ്ങനെ പല ടീമിലും ഞങ്ങൾ ഒന്നിച്ചുകൊണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ ഇളയതാണെങ്കിലും അവനോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനി. എൻ്റെ വേറെ ആരും അത്ര ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അന്ന് അവനോടായിരുന്നു കൂടുതൽ അടുപ്പം. പിന്നെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം പിന്നീട് അവനെ വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ, അത് മരിയക്കൊപ്പം. ഇപ്പോൾ അവൻ പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് ഇത് വർഷങ്ങൾക്ക് ശേഷമോ? അല്ല, നിനക്ക് ആളെ പറഞ്ഞ് മനസ്സിലാവും. ഞാനിന്നലെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ മറ്റുഷായൻ്റെ അനിയൻ. ഓ ഇറ്റ്സ് ഹെം. മനസ്സിലായി. അത് തന്നെ, അവൻ തന്നെ. മരിയയ്ക്ക് അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൽവിനായിരുന്നു അവിടെ ഏറ്റവും അധികം അടുപ്പുള്ളൊരു ഫ്രണ്ടെന്ന് പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. എപ്പോഴും കളിയും ചിരിയും കുസൃതിയും കുറുതൊക്കെ ഇടും. എന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും, സ്കൂളിലേക്ക് വിളിപ്പിക്കും, ഇതൊക്കെ തന്നെ. പിന്നെ എന്ത് ചെയ്യാൻ, ആ ഫ്രണ്ട്ഷിപ്പിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കോളേജിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്രോഡ് ഇവിടെ ലൈഫിലേക്ക് എത്തി. അതോടുകൂടി അവൻ പയ്യെ എല്ലാവരും അവളിൽ നിന്ന് അകറ്റാൻ തുടങ്ങി. അങ്ങനെ ആൽവിനെയും പയ്യെ അവനവിടെ ലൈഫിൽ നിന്ന് മാറ്റി. അതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് സഫർ ചെയ്യാൻ മരിയുടെ യോഗം. എന്ത് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആൽവിനും മരിയയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് വീട്ടിൽ അവരെ കാണാൻ കഴിപ്പിക്കണമെന്നൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ആ ഫ്രോഡ് വന്നെല്ലാം നശിപ്പിച്ചില്ലേ. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ എത്ര ഹാപ്പി ആയിട്ടിരുന്നേനെ. എത്ര ഹാപ്പി ആയിട്ട് ഓടിച്ചാടി തുള്ളി നടക്കേണ്ട കൊച്ച ഇപ്പം കണ്ടല്ലേ. ഒക്കെ ഇതിനും കാരണം അവനോ ആ ഫ്രോഡ്. അവനെൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. വീട്ടുകാരുടെ പ്രകാരം
ആ കല്യാണമൊക്കെ അങ്ങനെ അങ്ങ് നടന്നു പോയിരുന്നെങ്കിൽ ഇപ്പം മരിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയേനെ, അവിടെ നല്ല ഹാപ്പി ആയേനെ, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയേനെ. ബട്ട് എന്ത് ചെയ്യാൻ, അവർക്ക് ഇതില്ല. അയ്യോ കർത്താവേ, കയ്യിൽ നിന്ന് പോയി. നിന്നെ അല്ലടാ, ഐ മീൻ നീ അടിപൊളിയല്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ആ ഫ്രോഡ് അവിടെ ലൈഫ് വന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഹാപ്പിയായിട്ട് ഇരിക്കുമായിരുന്നു. ഐ മീൻ നിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അവൾക്ക് ഇപ്പോൾ ദേഷ്യം അവൻ കാരണമല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല നീ എന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കാൻ മാത്രം, അല്ല തന്നെ നിനക്കിതൊക്കെ ഒരു ഭാരമല്ലേ. നീ അല്ലേ പറയാറ് എന്നെ നമ്പി നമ്പി ഞാൻ നേരിട്ട് കുഴിക്കൊണ്ട് ചാടിച്ചെന്നോ, എൻ്റെ പെങ്ങളെ കെട്ടിച്ചെന്നോ, എൻ്റെ ജീവിതം തൊളിച്ചെന്നോ, അങ്ങനെ എന്തൊക്കെയോ. ആ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോഴും വേണേൽ രക്ഷപ്പെടാം. എങ്ങനെയാണല്ലേ, ആൽബിൻ ഇപ്പോഴും ബാച്ചിലറാണ്, വേണമെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് ഒന്നുകൂടെ വരെ കെട്ടിക്കാം. അലക്സേ മതി നിൻ്റെ തമാശ. ഓ ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞ. അല്ല തന്നെ ആൽബിന് പണ്ടേ അവിടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ലൈക്ക് ഹീസ് ഇൻ റിയലി ലവ് വിത്ത് ഹർ. എന്ത്? ആ ശരിക്കും പറഞ്ഞാൽ അവന് മരിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ അവൻ അവളോട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓ കണ്ടല്ലേ എന്തൊരാക്രാന്തം അറിയാൻ. എന്നുവെച്ചെന്താ അപ്പോഴേക്കും ആ ഫ്രോഡ് വന്ന് അവിടെ മനസ്സിലിടം പിടിച്ചു പോയില്ലേ, അതുകൊണ്ടായിരിക്കണം അവൾ അവനെ റിജക്റ്റ് ചെയ്തത്. അയ്യടാ കണ്ടില്ലേ മുഖത്തൊരു സന്തോഷം, റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ നീ സന്തോഷിക്കണ്ട. റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കില്ല. അവനവിടെ ലൈഫിലേക്ക് വന്ന് ഇടം പിടിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് അവിടെ മനസ്സ് മാറ്റിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് മര്യാദയ്ക്ക് ആവേ തന്നെയായിരുന്നു മാച്ച്. അവൾ എന്തല്ല അലുവിനോട് എസ് പറഞ്ഞേനെ. ആ എന്ത് ചെയ്യാനാ, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുമോ. അല്ല തന്നെ അവൻ എന്തൊരു കുറവ്, സുമുഖനല്ലേ, സുന്ദരനല്ലേ, ആൻഡ് ഹീസ് വെൽ ഓഫ്. പിന്നെ എന്താ കുഴപ്പം, ആൻഡ് ഹൈലി എഡ്യൂക്കേറ്റഡ്. പിന്നെ മരിയയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ എല്ലാ കാര്യവും അവനറിയാം. അതിലും കൂടുതൽ വേറെ എന്താ വേണ്ടത്. തമ്മിൽ തമ്മിൽ ഒട്ടറിയാത്ത ആൾക്കാരെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലത് തമ്മിൽ തമ്മിൽ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ. ആ എനിക്കറിയില്ല. ഓ മിസ്റ്റർ സിയോക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു തോന്നുന്നു. ഇത് കുറേ നേരമായല്ലോ, നീ ഇങ്ങോട്ട് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകല്ലേ? ആ ആണെങ്കിൽ വേഗം പോവും, എനിക്ക് വിശക്കുന്നു. ഓക്കേ വിശക്കും എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കും. വി ആർ ഹിയർ, ലെറ്റ്സ് ഗോ. ആ പിന്നെ അധികം മസിൽ കൊടുത്തൊന്നും വേണ്ട. യുനോ ഹീസ് എ ഫ്രണ്ട്, അത് മറക്കണ്ട. ഓ ഒന്ന് വാടാ. അല്ല അവരെത്തിയില്ലേ? മരയുടെ കാറ് കാണുന്നില്ലല്ലോ. ആ മരയുടെ കാർ വർക്ക്ഷോപ്പിലല്ലേ, 2 days കഴിഞ്ഞ് കിട്ടുള്ളൂ. ആൻഡ് യാ ദേ ആർ ഓൾറെഡി ഹിയർ. ലുക്ക് ആൽവിൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ട്. കമാൻ. ഓ ഫ്രണ്ടിൻ്റെ കൂടെ കാറിൽ വരുന്നതിന് ഷി ഡസൻറ്റ് ഹാവ് എനി പ്രോബ്ലം. എൻ്റെ കൂടെ കുറേ വരുന്നതിന് മാത്രമേ ഉള്ളൂ അവൾക്ക് എത്ര പ്രശ്നം. Debbie, yeah, let's go. I think, yeah, they're over there. Our last table. Look. ഇവനല്ലേ ഞാൻ ഭാര്യയുടെ ക്യാബിനിൽ ചെന്നപ്പോൾ കണ്ടത്. ഓ അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്. ചുമ്മാ അല്ല, അത്രയും ചിരിയാട്ടഹാസമൊക്കെ. Guys, look, who came to join us? Debbie, meet your friend Alvin. Hi. Debbie? Oh, hi, I'm Devin, Maria's husband.
നൈസ് ടു മീറ്റ് യു.